എല്ലാവർക്കും അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് മൺഡേ ടു ഫ്രൈഡേ ഓഫീസിലേക്കായാലും സ്കൂളിലേക്കായാലും കുട്ടികൾക്കായാലും ലഞ്ച് ബോക്സിൽ കൊടുത്തുവിടാൻ പറ്റുന്ന 5 വെറൈറ്റി ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ റെസിപ്പിയിലേക്ക് പോകാം. ആദ്യം എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ടൊമാറ്റോ റൈസാണ് കേട്ടോ, തക്കാളി ചോറെന്ന് പറയും. അപ്പോൾ അതിനായിട്ടൊരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് ഒരു അര സ്പൂൺ ഉഴുന്നുപരിപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉഴുന്നുപരിപ്പ് മൂത്ത് കഴിയുമ്പം ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാളയെല്ലാം ശരിക്കൊന്ന് കണ്ണാടി പരുവമായി കഴിഞ്ഞ് കഴിയുമ്പം കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു കഷ്ണം ഇഞ്ചി ചതച്ച് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളക് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ മുളക് വളരെ കുറച്ച് അളവിൽ മാത്രം മതി. അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള ടൊമാറ്റോ ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞ് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. തക്കാളിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇത് കുറച്ച് സമയം ഒന്ന് അടച്ച് വയ്ക്കണം. തക്കാളി ഒന്ന് വെന്ത് ഉടഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അടച്ച് വയ്ക്കുന്നത്. ഇപ്പോൾ അതാ തക്കാളിയെല്ലാം ശരിക്കൊന്ന് വെന്ത് സോഫ്റ്റായി തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് സമയം കൂടെ അടച്ച് വെച്ച് കഴിയുമ്പം അത് ശരിക്കൊന്ന് വെന്തിട്ട് ഉടഞ്ഞ് കിട്ടും. ഇപ്പോൾ ആ തക്കാളി ശരിക്കൊന്ന് നമുക്ക് ഇതായി തവി വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ശരിക്കൊന്ന് ഉടച്ചു കൊടുക്കണം. ഇപ്പോൾ തക്കാളി ശരിക്കൊന്ന് ഉടഞ്ഞ് പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഈ സമയത്ത് കുറച്ച് കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കളറിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ചുകൂടി കളറിനും ഭംഗിക്കും വേണ്ടിയിട്ട് കുറച്ചും കൂടിയും പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിലേക്ക് 1 കപ്പ് ചോറ്, ഞാനിപ്പോൾ ഇവിടെ ഇത് പൊന്നിയരിയാണ് എടുത്തേക്കുന്നത്, നമ്മുടെ സാധാരണ കുത്തരിയല്ല, ഒരു 1.5 കപ്പ് ചോറ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ചോറ് വേണമെന്നുണ്ടെങ്കിൽ തലേദിവസം എല്ലാം വേവിച്ച് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില കൂടെ ചേർത്ത് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഒരു 2 സ്പൂൺ ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇതെല്ലാം ശരിക്കൊന്ന് മിക്സ് ചെയ്ത് നമുക്കിത് ചൂടെ തന്നെ നമുക്ക് നല്ല കാസറോളിൻ്റെ ലഞ്ച് ബോക്സിലേക്ക് മാറ്റി വയ്ക്കാം. ഇപ്പോൾ അതായത് സെർവിങ് ബൗളിലേക്കാണ് മാറ്റി കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളി ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പം അതും കുറച്ചും കൂടെ ഒന്ന് മല്ലിയില വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കുറച്ച് ഭംഗിക്ക് വേണ്ടിയിട്ട്. അതിനുശേഷം ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്ന ഇവിടെ എഗ് റൈസാണ്. അപ്പോൾ എഗ് റൈസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1/2 ടേബിൾ സ്പൂൺ ആയാലും മതി. 2 മുട്ട എടുത്തിട്ടുണ്ട്. 2 അല്ലെങ്കിൽ 3 നിങ്ങൾക്ക് എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ 2 മുട്ട എടുത്തിട്ടുള്ളൂ. അത് അതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കഴിഞ്ഞതിന് ശേഷം ആ മുട്ടയിലേക്ക് കുറച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള കുരുമുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് ശരിക്കൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കണം. പാനിൻ്റെ ചൂട് കുറച്ച് വെച്ച് കഴിഞ്ഞതിന് ശേഷം അത് ശരിക്കും അതുപോലെ ഒന്ന് വരട്ടി വറുത്ത് എടുക്കണം. ഇതൊന്ന് നീക്കി വയ്ക്കാം. അതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു സവാള ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കുക. വലിയ സവാളയാണെന്നുണ്ടെങ്കിൽ 1/4 ഭാഗം മാത്രമായാലും മതി. നമ്മളിത് ഉണ്ടാക്കുന്നതെല്ലാം ഒരാളുടെ അളവിലാണുള്ള ബോക്സിലേക്കുള്ള റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് കുറച്ച് ഇഞ്ചി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടി നമ്മൾക്കിതൊന്ന് വരട്ടി കൊടുക്കണം. ആ സമയത്തേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. കറിവേപ്പിലയുടെ പച്ചമണം എല്ലാം പോകുന്നവരേക്കും ഒന്ന് വഴറ്റുക. അതിന് ശേഷം ഒരു തക്കാളിയുടെ കഷ്ണവും ഒരു ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ പീസും ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പ്, നമ്മൾ മുട്ടയിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ടുള്ള അളവിൽ ഉപ്പ് ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക. തക്കാളി എല്ലാം ശരിക്കും അല്ലാതെ വെന്ത് കുഴയണ്ട. നമുക്ക് ടൊമാറ്റോ റൈസിന് ആയ പോലെ അങ്ങനെ വെന്ത് കുഴയണ്ട. ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. അത്ര ആയി കഴിഞ്ഞ് കഴിയുമ്പം ഇതുപോലെ നേരത്തെ പോലെ 1 കപ്പ് വേവിച്ച ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഒരു 240 ml അളവിലുള്ള കപ്പാണ് കേട്ടോ. അത്രയും ചോറാണ് ഞാൻ എടുക്കുന്നത്. എല്ലാ റെസിപ്പിക്കും അത്രയും അളവിലുള്ള ചോറാണ് എടുക്കുന്നത്. അതിനുശേഷം ഇതൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക. അതിനുശേഷം ഇതൊന്ന് അടച്ച് വയ്ക്കാം. ചെറിയ ചൂടിൽ ഇതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ അതിൻ്റെ ആവിയും ആ വെള്ളത്തിലും എല്ലാം ഇത് ശരിക്കും ഒന്നും കൂടി വെന്തിട്ട് ശരിക്കും നല്ലൊരു യോജിപ്പായി വരും. അതിനുശേഷം വെള്ളം വറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് മാറ്റി വെച്ചിരുന്ന മുട്ട കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം അതൊന്ന് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കുക. അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ. എഗ് റൈസും ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത റെസിപ്പി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. ഇതൊരു ദാൽ റൈസാണ്, പരിപ്പ് ചോറാണ്. അതിനായിട്ടൊരു 1/4 കപ്പ് തുവരപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് നല്ലപോലെ കഴുകിയിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ആ സമയം കൊണ്ട് ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് സ്പെഷ്യലായിട്ട് വെളിച്ചെണ്ണ തന്നെ വേണം ഉപയോഗിക്കാനായിട്ട്. കടുകിട്ട് പൊട്ടി കഴിഞ്ഞ് കഴിയുമ്പം ഒരു സവാള മീഡിയം വലിപ്പത്തിലുള്ള ഫുള്ള് സവാള എടുക്കണം. നൈസായിട്ട് ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കണം. ആ സവാള
പെട്ടെന്നൊന്ന് മൊരിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. 2 പച്ചമുളകും എരിവിനനുസരിച്ചിട്ട് 2-3 പച്ചമുളക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് അതും ചേർത്ത് കൊടുക്കണം. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചതച്ചതും ഒരല്ലി വെളുത്തുള്ളി ചതച്ചതും അതും ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് ശരിക്കും ഒന്ന് സോട്ട് ചെയ്ത് എടുക്കുക. ഉള്ളിയെല്ലാം ശരിക്കും ഒന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 2 ചുവന്ന മുളകും കൂടെയും ഒന്ന് മുറിച്ചിട്ടിട്ട് അതും ചേർത്ത് കൊടുക്കണം. കറിവേപ്പിലയും മുളകും എല്ലാം ശരിക്കും ഒന്ന് പച്ചമണം പോയി ഉള്ളി ഇത്രയും മൊരിഞ്ഞു കഴിയുന്ന സമയത്ത് ഞാൻ അതിലേക്ക് നേരത്തെ പോലെ തന്നെ 1 കപ്പ് ചോറ് വേവിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു കായം പൊടിയും 1 സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരുന്ന പരിപ്പും അതിലേക്ക് ചേർത്ത് കൊടുത്തു. അതിനുശേഷം പരിപ്പ് വേവിച്ച വെള്ളം ഒന്ന് നമ്മൾ എടുത്ത് വയ്ക്കണം. ആ വെള്ളം കൂടെയും ഒഴിച്ചിട്ട് ഇതൊന്ന് അടച്ച് വയ്ക്കുക. അപ്പോൾ ഇത് അടച്ച് വെച്ച് കഴിഞ്ഞിട്ട് ഒരു 5 മിനിറ്റ് ചെറിയ ചൂടിൽ അടച്ച് വെച്ച് കഴിയുമ്പം നല്ല യോജിപ്പായി കിട്ടും. അതിനുശേഷം അതിലേക്കും 1 സ്പൂൺ തേങ്ങ തിരുമിയത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, എളുപ്പമാണ്. അപ്പോൾ അതും ഇതിലേക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് ചെയ്യാൻ പോകുന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഒരു ഫ്രൈഡ് റൈസിൻ്റെ പോലത്തെ ഏകദേശം അതേ ടേസ്റ്റിലൊക്കെ ഉള്ളൊരു റൈസാണ്. അപ്പോൾ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുക്കിംഗ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. 2 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുക. 1 സവാള ചോപ്പ് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സോട്ട് ചെയ്ത് വരുന്ന സമയത്തേക്ക് അതിലേക്ക് ഒരു ചെറിയൊരു ക്യാരറ്റ് മുറിച്ചത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതുപോലെ തന്നെ ഒരു 4-5 ബീൻസ് ചെറുതായിട്ട് മുറിച്ച് അതും ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊന്ന് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കുക. അടച്ച് വെച്ചിട്ടൊന്നും വേവിക്കേണ്ട ആവശ്യമില്ല. ചെറിയ ചൂടിൽ ഇങ്ങനെ വരട്ടി കൊടുത്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം 3-4 ചെറിയ കഷ്ണം പനീർ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അതൊന്ന് സോട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അടച്ച് വെക്കേണ്ട. ശരിക്കും ഒന്ന് വാടി വരുന്ന സമയത്തേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 കപ്പ് ചോറ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം. കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 1/2 സ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതൊന്ന് ശരിക്കും ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് നമുക്ക് സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. നല്ല എളുപ്പത്തിലും ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പികളാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. അതിനുശേഷം ഡെക്കറേഷനായിട്ട് മല്ലിയില ചെയ്യാം. അതിനുശേഷം ലാസ്റ്റായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്ക ചോറാണ്. നല്ല എളുപ്പമാണ്. അതിനായിട്ട് പാൻ വെച്ചിട്ടുണ്ട്. ഇതിനും വെളിച്ചെണ്ണ തന്നെയാണ് വേണ്ടത്. ഒരു സവാള ചോപ്പ് ചെയ്തിട്ട് അതൊന്ന് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊരിയിച്ചെടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു തക്കാളി മുറിച്ചതും ചേർത്ത് കൊടുക്കണം. തക്കാളിക്കും സവാളയ്ക്കും ആവശ്യമുള്ള ഉപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. അതിനുശേഷം അതിലേക്ക് ഒരു 10-15 വെണ്ടയ്ക്ക ചെറുതായും നൈസായിട്ട് അതുപോലെ ഇങ്ങനെ മുറിച്ചത് അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. നല്ലപോലെ തുറന്നിട്ടിട്ട് തന്നെ വരട്ടി എടുക്കാം. 4-5 മിനിറ്റിൽ വരണ്ട് കിട്ടും. ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് വേണം ഇതൊന്ന് വരട്ടിയെടുക്കാനായിട്ട്. ഇതുപോലെ ഇങ്ങനെ ശരിക്കും ഇങ്ങനെ വരണ്ട് ആയി വരുന്ന സമയത്ത് ഇതിൻ്റെ വഴുവഴുപ്പെല്ലാം പോകാനായിട്ടാണ് നമ്മൾ തുറന്നിട്ടിട്ട് വേവിക്കണം എന്ന് പറയുന്നത്. അടച്ചു വെച്ചാൽ വഴുവഴുപ്പ് പോവില്ല. അപ്പോൾ ചോറ് ചേർക്കുമ്പം ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ തുറന്നിട്ടിട്ട് തന്നെ ആ വഴുവഴുപ്പെല്ലാം മാറ്റി ശരിക്കും ഒന്ന് വരട്ടിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ 1 കപ്പ് ചോറ് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുരുമുളക് പൊടിയോടെ ചേർത്ത് കൊടുത്തിട്ട് അതൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതും നമ്മൾക്കൊന്ന് 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. അതിന് ശേഷം തുറക്കുമ്പം വെണ്ടയ്ക്ക ചോറും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമ്മൾക്കൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് ഇപ്പോൾ തന്നെ ഇതും മാറ്റി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. മൺഡേ ടു ഫ്രൈഡേ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ലഞ്ച് റെസിപ്പികളാണ് കാണിച്ചു തന്നത്. ഈ 5 തരം റൈസ് റെസിപ്പികൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവർക്കും ഉപകാരപ്പെടും. അതുപോലെ തന്നെ എൻ്റെ റെസിപ്പികൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇനിയും ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും വെറൈറ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്